2018 നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ആസ്പദമാക്കി കെവിൻ നിർമ്മിച്ച ഒരു സീരീസാണ് ദ തായ് കേവ് റെസ്ക്യൂ. 2022 ഈ സീരീസ് നെറ്റ്ഫ്ലിക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ റിലീസാകുന്നത്. ഈ സീരീസിൽ നമുക്ക് 11നും 16നും ഇടയിൽ പ്രായമുള്ള ഏതാനും കുട്ടികളെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവരുടെ കോച്ചായ എക്കിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. തങ്ങളുടെ ദൈനംദിന കാര്യങ്ങളും അതേപോലെ തന്നെ ഫുട്ബോളും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നവരാണിവർ. ഒരു ദിനം തങ്ങളുടെ കൂട്ടുകാരന്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷന്റെ ഭാഗമായി അവർ ഒരു കേവ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അവിടെ എത്താൻ സാധിക്കാത്തത് കാരണം അവർ അവരുടെ പ്ലാൻ മാറ്റി മറ്റൊരു കേവായ താം ലുവ കേവിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവരവിടെ എത്തിയ ശേഷം തങ്ങളുടെ ബൈസിക്കിൾ പുറത്തു വെക്കുകയും അവർ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. അവർ കേവിനുള്ളിലേക്ക് കയറിയ ശേഷം കാലാവസ്ഥയിൽ അപ്രതീക്ഷിതമായ വലിയ ഒരു മാറ്റം തന്നെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കേവിനുള്ളിൽ കയറിയത് കാരണം കുട്ടികൾക്കും കോച്ചിനും പുറം ലോകത്ത് നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ഒട്ടും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതേസമയം തന്നെ മീറ്റിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥ കാലാവസ്ഥ വ്യതിയാനം പ്രവചിച്ച് അവരുടെ ചീഫിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ ആ ചീഫ് അത് കാര്യമായിട്ട് എടുക്കാതെ അലേർട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നതുമില്ല. ഈ താംഗോങ് കേവിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് കയറാനും ഇറങ്ങാനും വേണ്ടി ഒരു ഒറ്റ വഴിയാണുള്ളത്. കുട്ടികൾ ഗുഹയ്ക്കുള്ളിൽ കയറി അല്പസമയത്തിനുള്ളിൽ തന്നെ കനത്ത മഴ പെയ്യുകയും ജലം ഗുഹയ്ക്കുള്ളിലോട്ട് ഒഴുകുകയും ചെയ്യും. ഗുഹയിലെ ജലനിരപ്പ് ഉയരുകയും കുട്ടികൾക്ക് പുറത്തിറങ്ങാനുള്ള വഴി തടസ്സപ്പെടുകയും ചെയ്യുന്നു. വൈകുന്നേരമായിട്ടും കുട്ടികളെ കാണാത്തതിനാൽ മാതാപിതാക്കൾ പരസ്പരം വിളിച്ച് അന്വേഷിക്കുകയും കുറച്ചു കഴിഞ്ഞ് കുട്ടികളെ അന്വേഷിച്ച് പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്യുന്നു. അതേസമയമാണ് ഫോറസ്റ്റ് റേഞ്ചർ താംലോങ് കേവിന് പുറത്തായിട്ട് കുട്ടികളുടെ ബൈസൈക്കിൾസ് കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ ഇവർ അതോറിറ്റിയെ അറിയിക്കുകയും നാട്ടുകാരും ലോക്കൽ റെസ്ക്യൂ വർക്കേഴ്സും സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നു. ലോക്കൽ റെസ്ക്യൂ വർക്കേഴ്സ് കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ശ്രമം നടത്തിയെങ്കിലും ഗുഹയിലെ ജലനിരപ്പ് കാരണം അവർക്ക് പാതി വഴി വെച്ച് തിരിച്ചു വരേണ്ടി വരികയാണ്. ഇത്രയുമാണ് ഫസ്റ്റ് എപ്പിസോഡിൽ പറയുന്നത്.